സോളാറിനെക്കുറിച്ച് സാധാരണ ആളുകൾ പറയുന്ന 10 തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, മഴക്കാലത്ത് സോളാർ വൈദ്യുതി കുറയും എന്നാണ്. അതുപോലെ തന്നെ വേനൽക്കാലത്താണ് കൂടുതൽ സോളാർ വൈദ്യുതി ലഭിക്കുന്നത്. അതിൽ യാഥാർത്ഥ്യം, മഴ പെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സോളാറിൽ നിന്ന് വൈദ്യുതി കൂടുതൽ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം, ചൂട് കൂടുമ്പോൾ സോളാർ പാനലിൽ നിന്ന് ഔട്ട്പുട്ട് കുറയും. മഴ പെയ്യുമ്പോൾ തണുപ്പ് കൂടുന്ന മുഖാന്തരമാണ് വൈദ്യുതി കൂടുതൽ ലഭിക്കുന്നത്. ഇത് നമുക്കറിയുന്നതിന് നമ്മുടെ വേനൽക്കാലമായ മെയ് മാസത്തേക്കാൾ കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് തണുപ്പുള്ള മാസങ്ങൾ, ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നമുക്ക് കൂടുതൽ ലഭിക്കുന്നത്. ഇനിയും മഴക്കാല മാസമായ സെപ്റ്റംബർ മാസവും അതുപോലെ വേനൽക്കാല മാസമായ മെയ് മാസവും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇവയ്ക്ക് 2 മാസങ്ങളിലും ഏതാണ്ട് തുല്യമായ രീതിയിലാണ് നമുക്ക് സോളാറിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നത്. ഇതിൻ്റെ കാരണം മഴയല്ല സോളാർ വൈദ്യുതി കുറയുന്നതിൻ്റെ കാരണം, മറിച്ച് മഴക്കാറുകളാണ് സോളാർ വൈദ്യുതി കുറയുന്നത്. നമുക്ക് കേരളത്തിലൊരു 2 മാസമോ അല്ലെങ്കിൽ 3 മാസമോ കഷ്ടിച്ച് മാത്രമേ മഴക്കാറുള്ള മഴക്കാലങ്ങളുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നു. രണ്ടാമത്തെ സംഗതി, ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റായി പോകുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുടെ പ്രശ്നമാണ് ഈ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നത്. ഉദാഹരണത്തിന്, ഒരു 150 എച്ച് ബാറ്ററിക്ക് ശരാശരി കൊടുക്കേണ്ട ലോഡ് 180 വാട്ട്സാണ് C10 ബാറ്ററിക്ക്. എന്നാൽ സാധാരണ ആളുകൾ കണക്ട് ചെയ്യുന്നത് 400 വാട്ട്സോ 500 വാട്ട്സോ കണക്ട് ചെയ്യും. അപ്പോൾ ബാറ്ററി കമ്പനികൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വാട്ട്സ് ആ ബാറ്ററിയിൽ നിന്ന് എടുക്കുമ്പോൾ ആ ബാറ്ററി കംപ്ലൈൻ്റ് ആയി പോകും. ഈ കമ്പനി പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ ഇപ്പോൾ 8 വർഷവും 10 വർഷമൊക്കെ പല ആളുകളും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇനി അത് മാത്രമല്ല, ലിഥിയം ബാറ്ററിക്ക് ഒരു 10 മുതൽ 15 വർഷം വരെ ആയുസ് ലഭിക്കുന്നു. മൂന്നാമത്തെ സംഗതി, സോളാറിൻ്റെ മുടക്ക് മുതൽ തിരികെ കിട്ടാൻ അനേക വർഷങ്ങളെടുക്കും. എന്താണ് യാഥാർത്ഥ്യം? എന്നാൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മുടക്ക് മുതൽ തിരികെ ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് സോളാറാണ്. ഉദാഹരണത്തിന്, ഒരു ഇലക്ട്രിക് 2 വീലറിന് വേണ്ടി നമ്മൾ സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ അതിൻ്റെ മുടക്ക് മുതൽ 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ മുടക്ക് മുതലും പലിശയും തിരികെ ലഭിക്കും. 1 വർഷം കൊണ്ട് മുടക്ക് മുതലും പലിശയും തിരികെ ലഭിക്കുന്ന ലോകത്തിൽ യാതൊരുവിധ പ്രോഡക്റ്റും ഇല്ല. അതുകൊണ്ട് അതും ഒരു തെറ്റിദ്ധാരണയാണ്. നാലാമത്തെ സംഗതി, സോളാർ വൈദ്യുതിക്ക് വേണ്ടി വെക്കുന്നതാണ് ലാഭകരം. എന്നാൽ യാഥാർത്ഥ്യം, വൈദ്യുതിക്ക് വേണ്ടി സോളാർ വെക്കുന്നതാണ് ഏറ്റവും കുറഞ്ഞ ലാഭം കിട്ടുന്ന ഒരു മേഖല. ഇപ്പോൾ സോളാർ 2 വീലറിന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് മുടക്ക് മുതൽ തിരികെ ലഭിക്കും. കാറിന് വേണ്ടി സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് മുടക്ക് മുതലും പലിശയും തിരിച്ചു കിട്ടും. ഇനി ഗ്യാസിന് വേണ്ടി സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് മുടക്ക് മുതലും പലിശയും തിരികെ ലഭിക്കും. ഇനി വൈദ്യുതിക്ക് വേണ്ടി ഓൺ ഗ്രിഡ് സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ 7 വർഷം കൊണ്ട് മുടക്ക് മുതലും പലിശയും തിരികെ ലഭിക്കും. ഇനി വൈദ്യുതിക്ക് വേണ്ടി തന്നെ ലിഥിയം ഓഫ് ഗ്രിഡ് വെക്കുകയാണെങ്കിൽ 9 വർഷം കൊണ്ട് മുടക്ക് മുതലും പലിശയും തിരികെ ലഭിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് വൈദ്യുതിയേക്കാളും 6 ഇരട്ടി 8 ഇരട്ടി ലാഭകരമാണ് ഈ ഡീസൽ പെട്രോൾ വാഹനങ്ങൾക്കും വേണ്ടി സോളാർ സ്ഥാപിക്കുന്നത്. അതായത് സോളാർ ഏറ്റവും ലാഭകരം ഫ്യൂവൽ ടു സോളാർ സ്വിച്ചിങ് മേഖലയിലാണ്. അഞ്ചാമത്തെ സംഗതി, സോളാർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. യാഥാർത്ഥ്യം, സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 300 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഈ 300 കാര്യങ്ങൾ ഈ സോളാർ ഇൻസ്റ്റാളർ പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്നാൽ കേരളത്തിൽ അങ്ങനെ പഠിച്ച ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് കംപ്ലൈൻ്റ് ആകുന്നത്. മറിച്ച് സോളാറിൻ്റെ പ്രശ്നമല്ല, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുടെ പ്രശ്നമാണ് ആ സോളാർ കംപ്ലൈൻ്റ് ആകുന്നത്. വിദേശ രാജ്യങ്ങളിൽ അനേക വർഷങ്ങൾ കംപ്ലൈൻ്റ് ആകാതെ സോളാർ പ്രവർത്തിക്കുന്നു. ആറാമത്തെ സംഗതി, സോളാർ ലാഭകരമല്ല. യഥാർത്ഥത്തിൽ പണം മുടക്കുമ്പോഴാണ് നഷ്ടം സംഭവിക്കുന്നത്. സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പണം മുടക്കേണ്ട ആവശ്യമില്ല. 60% ആളുകളും സോളാർ സ്ഥാപിക്കുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടാണ്, അല്ലാതെ സ്വന്തമായ പോക്കറ്റിൽ നിന്ന് കാശെടുത്തുകൊണ്ടല്ല. എന്നിട്ട് ഇവർ ചെയ്യുന്നത് കറണ്ട് ചാർജ്, അതുപോലെ പെട്രോൾ ചാർജ്, ഗ്യാസ് ചാർജ് തുടങ്ങിയവയെല്ലാം EMI ആയിട്ട് അടയ്ക്കുന്നു. അങ്ങനെ ചിലത് 1 വർഷം കൊണ്ടാണ് അടഞ്ഞു തീരും. നമ്മുടെ ഉപകരണങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ച് 1 വർഷം തൊട്ട് 7 വർഷമോ 9 വർഷമോ കൊണ്ടൊക്കെ നമ്മുടെ മുടക്കുമുതലും പലിശയും
അടഞ്ഞു തീരും. അപ്പോൾ പണം മുടക്കില്ലാത്തതിനാൽ നമുക്ക് ലാഭകരമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പണം മുടക്കുമ്പോഴാണ് ലാഭകരമാകുന്നത്. സോളാർ സ്ഥാപിക്കുന്നതിന് നമുക്ക് പണം മുടക്ക് ആവശ്യമില്ല. ഏഴാമത്തെ സംഗതി, ഓൺ ഗ്രിഡ് ലാഭകരമാണ്, ഓഫ് ഗ്രിഡ് നഷ്ടമാണ്. ഈ ഏത് ഗ്രിഡ് അല്ലെങ്കിൽ ഓൺ ഗ്രിഡോ ഓഫ് ഗ്രിഡോ എന്നിവ തിരഞ്ഞെടുക്കുന്നത് അവരവരുടെ സാഹചര്യത്തിനും ആവശ്യത്തിനും അനുസരിച്ചാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ചില ആളുകൾ അവരുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടി ഓഫ് ഗ്രിഡ് തിരഞ്ഞെടുക്കാറുണ്ട്. കാരണം അതിൽ നിന്നും പവർ ക്വാളിറ്റി കിട്ടുന്നതിനാൽ വൈദ്യുതിയുടെ ഏറ്റക്കുറച്ചിൽ ഉപകരണങ്ങളെ ബാധിക്കാതിരിക്കുന്നു. ഇനി ഫിക്സഡ് ചാർജ് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇനി കമ്പനികളൊക്കെ ആണെങ്കിൽ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും സ്ഥാപിച്ച കമ്പനികൾ, രണ്ട് രീതിയിലുള്ള സ്ഥാപിച്ച കമ്പനികൾ പിന്നീട് ഓൺ ഗ്രിഡ് വെക്കുന്നില്ല, അവർ ഓഫ് ഗ്രിഡാണ് വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വലിയ കമ്പനികളൊക്കെ ഓഫ് ഗ്രിഡ് സ്ഥാപിച്ചിട്ട് വീണ്ടും വീണ്ടും ഓഫ് ഗ്രിഡ് തിരഞ്ഞെടുക്കുന്നത്? അവർ പറയുന്നതിൻ്റെ ചില കാരണങ്ങൾ ഇതാണ്. ഒന്ന്, പ്രധാനമായിട്ടുള്ള സംഗതി അവരുടെ ഉപകരണങ്ങൾ കേടാകുന്നില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയൊക്കെ അതിന് റിപ്പയറിങ് ആവശ്യം വരും. കാരണം ഇതിനെപ്പോഴും പവർ ക്വാളിറ്റിയുള്ള വൈദ്യുതി ലഭിക്കുന്നു. പിന്നെ മറ്റൊരു സംഗതി, അവരുടെ പ്രൊഡക്ഷനിൽ തടസ്സം വരുന്നില്ല, കമ്പനിക്ക് നല്ല ഔട്ട്പുട്ട് ലഭിക്കുന്നു, ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ടി വരുന്നില്ല, ഇനി ജനറേറ്റർ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഈ കറണ്ട് പോകുന്ന മൂലം ചില പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കമ്പനികളിൽ കറണ്ട് പെട്ടെന്ന് പോയാൽ ഉടനെ അതെല്ലാം റോളറെ ചുറ്റി സമയം നഷ്ടം ഉണ്ടാകുന്നു. ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ അവർക്ക് പ്രൊഡക്ഷനിൽ നഷ്ടം വരുന്നു. അതുകൊണ്ടാണ് അനേകം കമ്പനികൾ ഓഫ് ഗ്രിഡാണ് ഇത് വലിയ പ്ലാന്റുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ലിഥിയം ഓഫ് ഗ്രിഡ് വളരെ ലാഭകരമാണ് കമ്പനികൾക്ക്. എട്ടാമത്തെ സംഗതി, ഇപ്പം നമുക്ക് സോളാറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് ലാഭകരം. ഒരു 5000 രൂപ കറണ്ട് ബില്ല് വരുന്ന ആൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3 ലക്ഷം രൂപ കറണ്ട് ചാർജിനെത്തി പാഴായി പോകുന്നു. ഇനി അടുത്ത 10 വർഷം ഒരു 5 ലക്ഷം രൂപയോളം പാഴായി പോകും. ഇനി അതുമാത്രമല്ല, ഇപ്പോൾ കൂടുതലും ഇലക്ട്രിക്കൽ വെഹിക്കിളും ഇൻഡക്ഷൻ കുക്കറും ഒക്കെ ഉപയോഗിക്കുന്നതിനാൽ അവർക്ക് ആ രീതിയിലും വൈദ്യുതിയുടെ കാര്യത്തിൽ നഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വെഹിക്കിളും അതുപോലെ പാചകവും ഒക്കെ സോളാറിലാകുന്നുണ്ട്, വളരെ ലാഭകരമാണ്. 9ാമത്തെ സംഗതി, ഭാവിയിൽ വൈദ്യുതി ക്ഷാമം വരികയില്ല, അതുകൊണ്ട് സോളാറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇലക്ട്രിക് വാഹനങ്ങളെക്കാൾ 8 ഇരട്ടി തുകയുടെ ഇന്ധന ആവശ്യമാണ് പെട്രോൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതിന്. ഇത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആളുകൾ ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പെട്ടെന്ന് വൈദ്യുതി ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് ഉൽപ്പാദിപ്പിക്കാൻ പലപ്പോഴും വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ കൂടിയ രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വളരെ വലിയ വൈദ്യുതി ക്ഷാമം അനുഭവപ്പെടുന്നു. ഉദാഹരണം ചൈന, അവിടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ കൂടിയിട്ട് ഇപ്പോൾ വലിയ വൈദ്യുതി ക്ഷാമമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വൈദ്യുതി ക്ഷാമം കൂടുന്നതിനാൽ സോളാർ പാനലിൻ്റെ വിലയും കൂടുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 40% വില സോളാർ പാനലിന് വർദ്ധിച്ചു കഴിഞ്ഞു. ഇനിയും സോളാർ പാനലിന് വർദ്ധിക്കും. അതിൻ്റെ അർത്ഥം ലോകമെങ്ങും വൈദ്യുതി ക്ഷാമം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സോളാർ പാനലിൻ്റെ വില കൂടുന്നതിന്. 10ാമത്തെ സംഗതി, സോളാർ പാനലിന് 25 വർഷമേ ആയുസുള്ളൂ. ഈ സോളാർ പാനലിൻ്റെ ആയുസ് 50 വർഷത്തിലും അധികമാണ്. 25 വർഷം കഴിയുമ്പോൾ 20% എഫിഷ്യൻസി കുറയും എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതാണ് അവരുടെ വാറണ്ടി കണ്ടീഷൻ പറയുന്നത്. 50 വർഷം കഴിഞ്ഞാലും ശരാശരി 50%-ലധികം ഊർജ്ജക്ഷമത ആ പാനലിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ സോളാർ പാനലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ് പോലെ വളരെ നീണ്ട ഒരായുസാണ്. ഇതാണ് പൊതുവെ ആളുകൾ പറയുന്നത്. സോളാറിനെ പറ്റി മനസ്സിലാക്കാതെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ 10 തെറ്റിദ്ധാരണകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുന്നു. അതുപോലെ പൊതുജനങ്ങൾക്ക് സഹായകരമായ വീഡിയോകളും നൽകുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.